നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് മസാല ഉപ്മാവാണ്. അതിന് വേണ്ടത് ബ്രെഡ്. ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്, ഇത്തിരി ചെറുതായി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ക്യാരറ്റ് ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു 4 ബീൻസ് ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം. ഇതൊക്കെ ചെറുതായി മുറിച്ചതുകൊണ്ട് ഇത് ചെറുതായി മുറിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്തിരി നീളത്തിൽ വലുതായി മുറിക്കണമെങ്കിൽ അതുപോലെ മുറിച്ചെടുക്കുക. പിന്നെ ഒരു വലിയൊരു തക്കാളി, അത് ചെറുതായി മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില, പിന്നെ 3/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇനി ബ്രെഡ് മുറിക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലത്തെ ഈ ബ്രൗൺ കളറ് മുറിച്ച് കളയണം, കട്ട് ചെയ്ത് കളയണം. ഇതെങ്ങനെ കട്ട് ചെയ്തിട്ട് 4 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇതിനെ മാറ്റി വയ്ക്കുക. ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി അതേപോലെ കട്ട് ചെയ്യുക. പിന്നെ ക്യാരറ്റ് ബീൻസൊക്കെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. സവാളയും തക്കാളിയും മാത്രം ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഈ കുട്ടികൾക്കൊക്കെ, ഈ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ അവർക്ക് അറിയില്ല, അത് അവർ കൂടെ കഴിച്ചോളും. ബ്രെഡ് ഇഷ്ടപ്പെടാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും. 4 മണിക്ക് സ്കൂളിൽ വരുമ്പോഴേക്കും ഇതുണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ അത് ഇഷ്ടപ്പെട്ട് കഴിക്കും. വിരുന്നുകാർ വന്നാലും സ്നാക്സ് ഇല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാ ബ്രെഡും ഇതേപോലെ മുറിച്ചെടുക്കുക. എല്ലാം മുറിച്ച് കഴിഞ്ഞു. എനിക്ക് ഈ ബ്രൗൺ കളർ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് മുറിച്ച് കളഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മുറിച്ചിടാം. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. എണ്ണ ഒഴിക്കുക. റീഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട, കടുക് പൊട്ടി കുറച്ച് ഉഴുന്നിട, സവാള ഇട, പച്ചമുളക്, ക്യാരറ്റ്, ബീൻസ് ഇട, ക്യാപ്സിക്കം ഇപ്പം ഇടണ്ട. ഒന്ന് വഴറ്റി കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വെറുതെ ബ്രെഡിലെ ജാം തേച്ച് കഴിക്കുമല്ലോ എല്ലാവരും. അതിനേക്കാൾ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി കഴിച്ചാൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. തക്കാളിയും സവാളയും മാത്രം ഇട്ടിട്ട് മസാലക്കൂട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കിയാലും നന്നായിരിക്കും.
ബ്രൗൺ കളറാണൊന്നുമില്ല, ഒരുമാതിരി നന്നായി വെന്താൽ മതി. ഈ സവാളയ്ക്കുള്ള ഉപ്പിടാം. ബ്രെഡിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. സവാളയ്ക്കുള്ളത് മാത്രം ഇട്ടാൽ മതി, കുറച്ചേ ഇടുന്നുള്ളൂ. തക്കാളി ഇടാം. കറിവേപ്പില ഇടാം. ക്യാപ്സിക്കം അവസാനം ഇട്ടാൽ മതി, അത് ഒരുപാട് വേഗണമെന്നില്ല. ഇനി സിമ്മിൽ വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. തക്കാളി നന്നായി വേഗണം. മൂടി വയ്ക്കാം, നന്നായി വേഗട്ടെ. തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ മസാലകളൊക്കെ ചേർക്കാം. ഇതങ്ങനെ ഇടാം. സിമ്മിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഒന്നിച്ചിട്ടിട്ടുണ്ട്. സിമ്മിൽ വെച്ച് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. നല്ലൊരു മസാലക്കൂട്ടിൻ്റെ മണം വരും. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. ബ്രെഡിൽ ഈ മസാല ഒക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടാനാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മസാല കൂട്ടുകളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കാൽസ്യം ചേർത്താം. അതൊരു മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി മുട്ട വേണമെങ്കിൽ ഇതിൽ 2 മുട്ട ഉടച്ചൊഴിക്കാം. ഞാൻ ഒഴിക്കണില്ല. ഇതിലേക്ക് ബ്രെഡ് ഇടാം. മിക്സ് ചെയ്ത് കൊടുക്കുക. പുളിപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കുക, ഒരു 1/4 സ്പൂണ്, അല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ ചെറുനാരങ്ങൻ്റെ വെള്ളം ഒഴിക്കുക. ഞങ്ങൾക്ക് തക്കാളീൻ്റെ പുളിപ്പിന് മതി, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കണില്ല. ഇനി മല്ലിയില ഇടാം. മസാല ഒക്കെ ബ്രെഡിൽ ഇറങ്ങിക്കഴിഞ്ഞു.
ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും മുഴുപ്പും ഒക്കെ പാകമായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കി. ഒരു ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബ്രെഡ് മസാല ഉപ്മാ സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം പറയാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക് യു.